കഴിഞ്ഞ ദിവസം നമ്മുടെ ജിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് തേജുവിന് ഗപ്പീനെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ കിട്ടിവെക്കാൻ വേണ്ടിയിട്ട് ബൗളോ അല്ലെങ്കിൽ വല്ല സ്ക്വയർ പീസിലുള്ള ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടേ തൊയിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ പിറ്റേന്ന് ഞാനും തേജും കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പോയ ഷോപ്പ് തുറന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ഇതേ കാക്കരത്തെ പടിക്ക് വന്നിട്ട് ഇവിടെ കയറി നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് മുന്നേ. അപ്പൊ ഇവിടെ ബൗളും എല്ലാതും സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊരു ചെടി ഇട്ട് വെക്കാനുള്ള പോട്ട് തന്നു, തൽക്കാലം ഇതിൽ ഇട്ടോന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ തേജുവിന് ഇതേ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് രണ്ട് മീനയും കൂടി വേണമെന്നൊരു ആഗ്രഹം കേട്ടോ. അപ്പൊ ഇതേ രണ്ടെണ്ണത്തിനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോണ വഴിക്ക് ഇതേ മൂന്നാമത് ഇതേ ചാത്തനൂര് ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഭാഗ്യമായി ഉണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാനിത് രണ്ട് ചെടി അവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാനും തേജും. എന്തായാലും നല്ല രീതിക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പൊ തൽക്കാലത്തേക്ക് ഇതേ ഇപ്പൊ വാങ്ങിയിട്ടുള്ള മീനുകളെനൊക്കെ ഇതേ ഇതിലിട്ട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കുപ്പികളിൽ ഒരെണ്ണം ഗർഭിണിയാണ് കേട്ടോ. അപ്പൊ പ്രസവിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു പോട്ടിലേക്കായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തേജുവിന്റെ കുറച്ച് കലാവിരുദ്ധം കൂടിയും ഇടയിൽ കൂടെ അതിൽ ഇടുന്നുണ്ട്. മറ്റേ പെബിൾസ് ഇല്ലേ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വാങ്ങിയതേ ഈ ഒരു പോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കൂടി നല്ല ഭംഗിയിൽ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജിഷ്ണുവിന്റെ അച്ഛൻ നമുക്ക് ഇതിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഇതേ നമ്മൾ രണ്ടിലും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചാൽ ഫുഡ് കഴിച്ചു നോക്കാം. അങ്ങനെ ഞാനും തേജു ഞങ്ങൾ പോലും അറിയാതെ ഒരു പ്രസവം വരെ എടുത്തിട്ടുണ്ട്. ഈ ഒരു നേരം കൊണ്ട് തന്നെ തേജു എല്ലാവരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗപ്പി ഇതേ പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ജിഷ്ണേട്ടനൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിൻചേട്ടൻ വന്നപ്പോൾ വിൻചേട്ടനും കാണിച്ചു കൊടുത്തു കേട്ടോ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം ഇതേ ജിഷ്ണേട്ടനും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ തേജുവിന് ഇതേ പ്രസവിച്ച മീൻ കുട്ടികളെ ഇല്ല അതിനൊക്കെ വേറെ സെപ്പറേറ്റ് ആക്കി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഇതേ മറ്റേ മീനോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ മാറ്റിയിട്ടാ. അപ്പൊ തേജുവിന് എന്തായാലും ജിഷ്ണേട്ടന്റെ വീട്ടിൽ അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇപ്പൊ കുറച്ചായിട്ടൊരു ആഗ്രഹം മൂത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊന്നും അക്വേറിയം സെറ്റ് ചെയ്യണമെന്ന്. പിന്നെ ദാണ്ടൊക്കെ എടുക്കണു നമ്മുടെ പൂച്ചയ്ക്ക് ഇതേ പുതിയ കൂടൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പുതിയ കാവൽക്കാരനായോണ്ട് തന്നെ ഓടിച്ച് വിട്ടില്ല കേട്ടോ. അവിടെ തന്നെ കിടന്നോട്ടെ വിചാരിച്ചു. പൂച്ചയാണ് കേട്ടോ ജിഷ്ണേട്ടനല്ലേ. അങ്ങനെ ജിഷ്ണേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേ മേലൊക്കെ കഴുകിയിട്ട് ഞാനും വിൻചേട്ടനും തേജും കൂടിയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ ഇറങ്ങിയത് കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മുടെ ചാലിശ്ശേരി ഗ്രൗണ്ടിലേക്കായിട്ട് പോയത്. നമ്മുടെ വിൻചേട്ടനൊരു ആഗ്രഹം, ഞാൻ ലൈസൻസ് എടുത്തുല്ലോ. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കുക കേട്ടോ ഗ്രൗണ്ടിൽ കൂടെ. അങ്ങനെ ഒന്ന് രണ്ട് ചീത്ത കേട്ടാലും കൂടിയിട്ട് ഞാൻ ഓടിച്ചു വിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പഠിക്കുന്ന ടൈമിൽ ഓടിച്ചതല്ല, അല്ലാണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എടുക്കണം കിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഓടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കായിട്ട് പോയത്. കുറേ നേരം ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഇരുട്ടായി വന്നപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.